ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അമ്മീസ് അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്നില്ലേ ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നതേ വളരെ പ്രധാനപ്പെട്ടമായ ഒരു കാര്യമാണ് കേട്ടോ. പ്രധാനപ്പെട്ടതെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ സ്ത്രീകൾക്കും അത് ബാധകമാണ്. അതായത് അമ്മമാർക്ക് എല്ലാവർക്കും അത് ബാധകമായ ഒരു കാര്യമാണ്. ഞങ്ങളെല്ലാം പ്രസവിക്കുമ്പോൾ, അതായത് 10-39 വർഷങ്ങൾക്ക് മുമ്പൊക്കെ നമ്മൾ പ്രസവിക്കുമ്പോൾ, പ്രസവം കഴിഞ്ഞു, ഞങ്ങളുടെ അമ്മമാരോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പാരൻസോ ഒന്നും പറയില്ല, ഓക്കെ നിങ്ങൾ തടി കുറയ്ക്കണം, നിങ്ങൾ എക്സസൈസ് ചെയ്യണം എന്നൊന്നും പറയാറില്ല. അവർ നന്നായിട്ട് നമ്മളെ ഫുഡൊക്കെ തന്ന് കൊഴുപ്പിച്ച് റെസ്റ്റ് എടുക്കൂ, ശരീരം അനങ്ങാതെ ചൂടുവെള്ളത്തിൽ വന്ന് കിടക്കൂ എന്നാണ് പറയുന്നത്. ഒരു മാസവും നമുക്ക് ഫുള്ള് റെസ്റ്റാണ്. ഈ തരുന്ന ഫുഡുകളും എല്ലാം തിന്ന് പ്രസവരക്ഷയും കഴിഞ്ഞ് നമ്മൾ എണീക്കുമ്പോൾ, ഒരു മാസം കഴിഞ്ഞ് എണീക്കുമ്പോൾ നമ്മൾ നല്ല ഒരു സൈസായിട്ടുണ്ടാവും. ഒരു 10 കിലോ അല്ലെങ്കിൽ ഒരു 8 കിലോ തീർച്ചയായിട്ടും നമുക്ക് കൂടിയിട്ടുണ്ടാവും. അപ്പോൾ അന്നൊന്നും അമ്മമാർക്കോ അമ്മൂമ്മമാർക്കോ അറിയില്ല ഇങ്ങനെ നമ്മൾ റെസ്റ്റ് എടുക്കണമെന്നുള്ളത്. റെസ്റ്റ് ഒരുപാട് എടുക്കാൻ പാടില്ലെന്നും ഒന്നും അവർക്കറിയില്ല. അവർ പറയും നമ്മളോട് റെസ്റ്റ് എടുക്കണം. നമ്മൾ ആ സാഹചര്യത്തിൽ ശരിക്കും റെസ്റ്റ് കൊടുക്കും. അല്ലയോ? ഞാൻ പറഞ്ഞത് ശരിയല്ലോ? തരുന്നതെല്ലാം തിന്ന് നന്നായിട്ട് റെസ്റ്റ് ചെയ്ത് ശരീര സംരക്ഷണമൊക്കെ നടത്തി വീർത്ത് കൊഴുത്ത് ഒരു നല്ലൊരു പരുവാകുമല്ലേ, ഡബിളാവും നമ്മുടെ സൈസ്. അപ്പോൾ കുറച്ച് മാസങ്ങളെല്ലാം കഴിയുമ്പോൾ നമ്മൾ ലേസി ആവും അല്ലേ? കുഞ്ഞിനെ മാത്രം നോക്കുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ കൊടുത്ത് നമ്മൾ വീണ്ടും തടി വയ്ക്കും. അപ്പോൾ ഞങ്ങളുടെ അമ്മയോ മറ്റുള്ള ബന്ധുക്കളോ ആരും തന്നെ നമുക്ക് പറഞ്ഞു തരില്ല, ലുക്ക് നീ ഇപ്പോൾ ഒരുപാട് വണ്ണം വെച്ചു, നീ കുറച്ച് എക്സസൈസ് ചെയ്യൂ, നിൻ്റെ ആരോഗ്യവും ശരീരവും നോക്കണം എന്നൊന്നും പറഞ്ഞു തരില്ല. അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് അവർ പറയില്ല നീ കുറച്ച് നടക്കണം, പിന്നെ നീ ജിമ്മിൽ പോകണം. കാര്യം അന്ന് ജിമ്മൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ പേരൻസോ നമ്മളുടെ ഗ്രാൻഡ് പേരൻസോ പറഞ്ഞു തരാറില്ല. നമ്മൾ കിട്ടുന്നതും തരുന്നതും എല്ലാം തിന്ന് നല്ലൊരു പരുവാവും, അല്ലയോ? ആണ്. പിന്നെ ആയിരിക്കും നമ്മുടെ ഹസ്ബൻഡ് പറയുന്നത്, നീ ഇപ്പോൾ ഒരുപാട് വണ്ണിച്ചിട്ടുണ്ട് കേട്ടോ, നീ കുറച്ച് വണ്ണം കുറയ്ക്കണവേ എന്ന് പറയും. പക്ഷേ നമ്മളതിന് തയ്യാറാവും. നമ്മൾ ഒരുപാട് ലേസി ഓൾറെഡി ആയല്ലേ. നമുക്ക് ജോലിയൊന്നുമില്ല, വീട്ടിൽ തന്നെ ഇരിക്കുന്ന വ്യക്തികളാണെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും നോക്കണ്ട, നമ്മൾ ലേസി ആവും. നമ്മുടെ ശരീരം നോക്കാൻ ലേസി ആവും. നമുക്ക് വണ്ണം കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്ന് നമുക്കൊരു ശ്രദ്ധയും കാണത്തില്ല. നമ്മൾ സാധാരണ വൈകുന്നേരങ്ങളിലൊന്ന് കുളിച്ച് ഡ്രസ്സ് മാറുന്നത് മാത്രമായിരിക്കും പിന്നെ ഉണ്ടാകുന്ന സൗന്ദര്യ സംരക്ഷണം, അല്ലേ? അന്നത്തെ ഡോക്ടർമാരും പറഞ്ഞു തരുന്നില്ല നിങ്ങളൊന്ന് എക്സസൈസ് ചെയ്യണം അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കണം. ഞാനൊരു 10-40 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് പറയുന്നത്, ഇന്നത്തെ കാര്യമല്ല പറയുന്നത്. അതുകൊണ്ട് എൻ്റെ ഏജിലുള്ള അമ്മമാരും ഇപ്പോൾ അമ്മമാരുമായിട്ടുള്ള ന്യൂ ജെൻ അമ്മമ്മമാർസ്, എൻ്റെ സൈസിലുള്ള ഗ്രാൻഡ് പേരൻസ്, നമുക്കെല്ലാവർക്കും വണ്ണം കൂടുതലാണ്. അപൂർവം ചിലർക്ക് മാത്രമാണ് വണ്ണം കുറവായിട്ടുള്ളത്. പക്ഷേ നമ്മൾ എന്താ വേണ്ടിയത്? നമ്മുടെ കുട്ടികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കാര്യം ഇന്നത്തെ ഫാസ്റ്റ് ഫുഡ് ഹാബിറ്റ്സ്, ഇന്നത്തെ നമ്മൾ ഔട്ടിങ്ങിന് പോയി ഒരുപാട് വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കാറുണ്ട്, പുതിയ പുതിയ ഐറ്റങ്ങൾ കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ ഷുഗർ ഒരുപാട് ഇൻടേക്ക് ചെയ്യുന്നുണ്ട്, ഫാറ്റി ഫുഡ് ഒരുപാട് കഴിക്കുന്നുണ്ട്. ഇതൊക്കെ കൊണ്ട് നമ്മൾ ശരിക്കും വണ്ണം വയ്ക്കുന്നു. നമ്മുടെ കുട്ടികളായാലും തന്നെ നമ്മളായാലും തന്നെ ഈ ഫുഡ് ഹാബിറ്റ്സ് കാരണം നമ്മൾ വണ്ണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വണ്ണം കുറയ്ക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ജിമ്മിൽ ഇന്നത്തെ കാലത്ത് എല്ലാവരും പോകണം, പക്ഷേ എല്ലാവർക്കും പോകാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കില്ല. ചില വീട്ടുകാർക്ക് അത് ഇഷ്ടവുമാകില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ പെൺകുട്ടികളെ നമ്മൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് പറഞ്ഞു വിടാൻ നമ്മളെ എല്ലാ രക്ഷകർത്താക്കളും ശ്രമിക്കുക. കുട്ടികളുടെയും കുഞ്ഞുങ്ങളുടെയും ആരോഗ്യത്തിന് നമുക്കും ഒരു പങ്കുണ്ട്. ഹെൽത്തി ആയിട്ട് ഈറ്റ് ചെയ്യാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ തന്നെ ജിമ്മിൽ പറഞ്ഞു വിടാൻ നമ്മൾ തന്നെ പ്രോത്സാഹിപ്പിക്കുക അവരെ. ആ സമയം നമ്മൾ കുഞ്ഞുങ്ങളെ നോക്കുകയും അവരൊക്കെ ഒരു ഹെൽപ്പ് ആവുകയും ചെയ്യുക. അപ്പോൾ നമ്മുടെ അടുത്ത ജനറേഷനിലെ കുട്ടികൾ അവരെ
ശരീരം നോക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ആരോഗ്യവും നോക്കും. അവർക്കൊരു ഫ്രണ്ട് സർക്കിളും ഉണ്ടാവും. അതുപോലെ തന്നെ എന്ത് കഴിച്ചുകൂടാ, എന്ത് കഴിക്കാം എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് വാല്യുബിളായ ഒരു ഇൻഫർമേഷൻ ജിമ്മുകളിൽ നിന്ന് കൊടുക്കുന്നതാണ്. അപ്പോൾ നല്ലൊരു ജിമ്മ് തിരഞ്ഞെടുക്കുക, നമ്മുടെ കുട്ടികളെ പറഞ്ഞു വിടുക, നമ്മൾ ആരോഗ്യം സൂക്ഷിക്കുക, നമ്മുടെ വരുന്ന തലമുറയെ നമ്മൾ രക്ഷിച്ചെടുക്കുക. Thank you for watching. See you soon with another vlog. Till then, bye for now. Bye. Everybody take care. Bye.